തങ്കച്ചൻ ചേട്ടന് ഒരു കുഴപ്പമില്ല. തങ്കച്ചൻ ചേട്ടൻ എവിടെയാ എന്റെ അച്ഛന്റെ കട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ലോ, എന്റെ അച്ഛന്റെ കട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്റെ അച്ഛനാണ്. അതുകൊണ്ട് അച്ഛന്റെ കട്ടുണ്ടെങ്കിൽ നല്ല പോയിന്റ്. അച്ഛന്റെ കട്ടുകൊണ്ട് അച്ഛന്റെ പ്രായമുണ്ട്. ഡ്രസ്സിങ്ങിനൊക്കെ ഉത്തരവാദി ശരിക്കും ഉണ്ണിയാണ്. ഉണ്ണി വന്നോണ്ട് മാത്രം എന്റെ പൊന്നെ നൈറ്റ് ഇട്ടോണ്ട് വന്ന വെച്ചാൽ പാറമടയിൽ മിറ്റിലടക്കണവര് ഇവിടെ ഗെയിം കളിച്ചിട്ട് പോണ പെണ്ണുങ്ങളാ ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് ഈ വന്ന് നിൽക്കണേ. മുകുന്ദനെ ഇവിടെ ഇറക്കിയെങ്കിൽ അടുത്ത ഷെഡ്യൂൾ ഷക്കീലാനെ ഞങ്ങൾ ഇറക്കി. ജോലി നന്നായിട്ടൊന്ന് ചെയ്തൂടെ, ഒരു ജീവിതമല്ലേ അത്. അങ്ങനെ പറഞ്ഞിട്ട് ഇവന്റെ തല ഇവന്റെ രണ്ട് പിള്ളേരും ഭാര്യയും വഴിയാതെ ആരാണോ പോട്ടെ, ഇവിടെ ചകിരിച്ചോറ് നിറക്കണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പെർമിഷൻ തന്നു, എന്നാലും എന്റെ ഡാഡി അല്ലാതെ ആവില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ തമ്പുരു. പിന്നെ നീ എന്തിനാ ചുമ്മാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? മോട്ടിക്കാനായിരിക്കും കട്ടിലിന്റെ അടിയിൽ. ഈര എന്ന സിനിമയിലാണ് അഭിനയിച്ചത്. അപ്പൊ ഞാൻ ആദ്യം ഇല്ലേ, അപ്പൊ കാരവാൻ കിടക്കുന്നു. അപ്പൊ ഞാൻ ചെന്നു, ഉണ്ണി അതിനകത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവമേ എങ്ങനെയാ കേറുന്നേ, ഒരു പരിചയമില്ല, സ്റ്റെപ്പില്ലായിരുന്നു. അയ്യോ അല്ല. ഈ പാൻചേട്ടനെന്താ ഭയങ്കര ജാട? ഭാര്യ പേടിപ്പിച്ചിട്ടാണോ ഇട്ടിട്ടുള്ളത്? താടി വളർത്തിരിക്കുന്നോണ്ടാ. ഈ താടി വളർത്തി കഴിഞ്ഞാൽ അതിന്റെ താടി ഒരിക്കലും വളരില്ല, കള്ളാണ്. താടി രോമേ വളരണം. അല്ല ചേട്ടാ, ക്യാമറക്ക് മുന്നിൽ വന്ന എത്രാമത്തെ വയസ്സിലായിരുന്നു അതൊന്നും പറഞ്ഞു? എടാ 3-ാമത്തെ വയസ്സിൽ പാസ്പോർട്ട് ഫോട്ടോ എടുക്കാം. അല്ലല്ലോ, ഒരിക്കലല്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടെ, ഞാൻ അടിക്കുന്നില്ല. ഇല്ല അയ്യോ ശശാങ്കൻ അടിക്കാൻ കൊടുക്കല്ലേ. ശശാങ്കൻ ബ്രാൻഡ് മാറി അടിച്ചു കഴിഞ്ഞാൽ സവാള് ആരാണാവോ? പക്കിയെന്ന് കേട്ടിട്ടുണ്ടാ? ഇത്തിക്കര പക്കിയെന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ല. ഇത്തിക്കര പക്കി, ഇത്തിക്കര പക്കി കേട്ട്. ലക്ഷ്മി, ലക്ഷ്മിയുടെ ബാഗിലിരിക്കുന്ന പൈന്റ് ഞങ്ങൾ എടുത്ത് അടിക്കാൻ പോവാ. അയക്കാൻ പറ്റില്ല. ഇതുവരെ നമുക്ക് കിട്ടിയല്ലേ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള മെസ്സേജസ് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്കറിയാം, അത് എന്റെ വീട് കൂർക്കഞ്ചേരിയിലാണെന്നും പറഞ്ഞ് തുടങ്ങിയ ഒരു മെസ്സേജാണ്. ശശാങ്ക, ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് നല്ലൊരു കോമഡി നീ പറയാം. ഞാൻ ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പേ നല്ലൊരു കോമഡി അടിക്കാം. പക്ഷേ ഈ ഒരു വർഷത്തിലെങ്കിലും ഒരു നല്ല കോമഡി തിരിച്ച് പുള്ളി പറയണം. അത് മലയാളമാണോ? കൊള്ളാല്ലേ തങ്കച്ച, നിനക്കൊരു കൊച്ചുണ്ടാൻ വിടാൻ പറ്റിയ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ആകെ കുഴക്കും. എല്ലാരും പറഞ്ഞു നീ പോലീസൊന്നും ആവാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് പോസ്റ്റ്മാൻ ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിപ്പോ മാറി ആ ഒരു ആഗ്രഹം. അത് ഗുളി കഴിച്ചപ്പോ മാറി. അതെ അതെ കറക്റ്റ്. ബാക്കിയുള്ളവരൊക്കെ വെച്ചിട്ട് ഭയങ്കര വൃത്തികേടായിരുന്നു. കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സത്യം. അല്ല അറിയണില്ല, ബാക്കിയുള്ളവരൊക്കെ വെച്ചിട്ട് ഭയങ്കര വൃത്തികേടായിരുന്നു. കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്റെ വായിൽ ഇതിരിക്കൂല. ഒരു കസേര ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കറങ്ങി വന്നിട്ട് പല്ലുകൊണ്ട് കസാര കടിച്ച് തെറിപ്പിക്കും. എന്നിട്ട് എന്റെ 32 പല്ല് ഞാൻ തന്നെ അവിടെ നിന്ന് പറക്കട്ടെ. ശരിക്കുള്ള ഒരു റിയൽ ഫാൻ എന്ന് പറഞ്ഞ കാരണം എന്റെ പെങ്ങളായിട്ട് എനിക്ക് ആ സീന് നന്നായിട്ട് ചെയ്യാം. എന്റെ പെങ്ങമ്മയ്ക്കില്ല. നോക്കൂ, ഇതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഓട്ടം നോക്കി രക്തസാക്ഷ്യം ഉണ്ടാവോ? എനിക്ക് ശ്വാസം മുട്ടുന്നു. ചെറുക്കൃത്തം ശ്വാസം താടിയാനു. എനിക്ക് പറയാൻ തങ്കച്ചാട്ടം തരുന്നത് അതിലും ഭേദം വിഷം ഒഴിക്കണം. എനിക്ക് ചെവി കേൾക്കാം, നിനക്കിപ്പോ അതും പോയോ? നിനക്ക് ചെവി കേട്ടിട്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ. പക്ഷെ
ഞാൻ തന്നെ പുറകെ ഇറങ്ങണം. മകളെ കൊല്ലം സുധി സെലിബ്രേറ്റ് ചെയ്യാണ്, മനസ്സിലായ? ഇതിൽ ചെളിയല്ലല്ലോ പറ്റി വെച്ചിരിക്കുന്ന കാര്യം. തന്നെ മഞ്ഞ 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 5 മഞ്ഞ 5 വരം പല്ലാണെന്നേ ഉള്ളു. ഷിയാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്ത് ചെയ്യായിരുന്നു? ഞാൻ സ്കൂളിൽ പഠിക്കായിരുന്നു. ആരും കാണാണ്ട് മോഷ്ടിച്ചിട്ട് പാവപ്പെട്ടവർക്ക് ചെയ്യണം. അതെ, അതെ. ഏത് ഗ്രാമത്തിലുള്ള പാവപ്പെട്ടവർക്കാ? അത് എന്റെ ഗ്രാമത്തിൽ തന്നെ. മറിയക്കുട്ടി, അംബിക, സീന, തങ്കച്ചി, ശാന്ത, രൂത്ത് ഇങ്ങനെയുള്ളവർക്ക് കൊണ്ടു കൊടുക്കും.